ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ രാധു. ഞാൻ ഇന്ന് ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയാം. ക്ഷേത്ര ദർശനത്തെക്കുറിച്ചെന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ്. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും സംയോജിച്ച് നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട്. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും സംയോജിക്കുന്നതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നമുക്ക് കിട്ടുന്നത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളാണ്. എന്താണ് ശബ്ദം, എന്താണ് സ്പർശം, എന്താണ് രൂപം, എന്താണ് ഗന്ധം എന്ന് ചോദിച്ചാൽ ശബ്ദം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലുള്ള മണിനാഥം ഉണ്ട് ഇല്ലേ, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ നാദസ്വരമുണ്ട്, ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണങ്ങളുണ്ട്. ആ ഒരു നമ്മുടെ ചെവിയിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനവും ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത് ആകാശമാണ്. പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയാണ്. അടുത്തത് എന്ന് പറയുന്നത് ശബ്ദ സ്പർശം. സ്പർശം എന്താണ്? സ്പർശം എങ്ങനെ നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ചന്ദനം കിട്ടും ഇല്ലേ, അത് നമ്മൾ നെറുകയിൽ തൊടാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്പർശത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ തൊടുന്ന ഒരു പ്രസാദത്തിൽ നിന്നും കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ ഒരു ആശ്വാസവും അതെങ്ങനെയാ വെച്ചാൽ പഞ്ചേന്ദ്രിയത്തിൽ ത്വക്കാണ് പ്രതിനിധീകരിക്കുന്നത്. സ്പർശം അറിയുന്നത് ത്വക്കിലൂടെയാണ് ഇല്ലേ. അപ്പോൾ ഈ സ്പർശത്തെ പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത് വായുവാണ്. ഇനി രൂപം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാന്ന് വെച്ചാൽ അഗ്നിയുണ്ട്. ശ്രീകോവിലിനകത്ത് ദീപങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇല്ലേ. ദീപങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഭഗവാന്റെ രൂപമുണ്ട്, അലങ്കാര ചാർത്തുകളുണ്ട് ഇല്ലേ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്, ശാന്തി കിട്ടുന്നുണ്ട് ഇല്ലേ. എങ്ങനെയാണ് അത്? അഗ്നിയാണ് പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതത്തിൽ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാ പഞ്ചേന്ദ്രിയം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചേന്ദ്രിയം നമ്മുടെ കണ്ണാണ്. അപ്പൊ കണ്ണുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തെ കാണുന്നത്. ആ അഗ്നിയിൽ നിന്ന് കിട്ടുന്നത് ലൈറ്റ് എനർജിയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതായി ശബ്ദസ്പർശ രൂപ രസം. എന്താണ് രസം? രസം എന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് തീർത്ഥം കിട്ടും, പ്രസാദം കിട്ടും ഇല്ലേ, പായസം കിട്ടും ഇല്ലേ, പഞ്ചാമൃതം കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നാവിലൂടെയാണ് നമ്മൾ ആ ഒരു സ്വാദ് അറിയുന്നത്, ആ ഒരു രസം അറിയുന്നത്. ആ നാവാണ് പഞ്ചേന്ദ്രിയമായിട്ട് വരുന്നത്. ഇനി അതിന്റെ പഞ്ചഭൂതം ഏതാന്ന് ചോദിച്ചാൽ ജലമാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഗന്ധം. ഗന്ധം എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ക്ഷേത്രത്തിൽ പോയ ഗന്ധം എങ്ങനെയാ കിട്ടുകയെന്ന് വെച്ചാൽ അവിടുത്തെ ധൂപത്തിൻ്റെതും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെതും പുഷ്പങ്ങളുടെ ഗന്ധവും സുഗന്ധവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗന്ധം അറിയുന്നത്. അവിടെ നമുക്ക് ഗന്ധം ഉണ്ടാവുന്നത്. ആ ഗന്ധം നമ്മൾ മൂക്ക് കൊണ്ടാണ് അറിയുന്നത് അല്ലെ, നാസിക കൊണ്ടാണ് നമ്മൾ ഗന്ധം അറിയുന്നത്. ആ നാസികയുടെ അല്ലെങ്കിൽ ആ ഗന്ധത്തിന്റെ പഞ്ചഭൂതം എന്ന് പറയുന്നത് ഭൂമിയാണ്. അതിനാൽ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് പഞ്ചഭൂത പഞ്ചേന്ദ്രിയ സംയോജനമാണ്. അതിലൂടെ നമ്മുടെ അഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ നമ്മൾ മനസ്സും ആത്മാവും ശരീരവും പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നു. അപ്പൊ ഇതാണ് ക്ഷേത്ര ദർശനത്തിന്റെ ഉദ്ദേശം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.